ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറി കടലക്കറിയാണ്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടിനുണ്ടാക്കുന്ന കടലക്കറിയാണ് ഇന്ന് നിങ്ങളിലേക്കായിട്ട് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് കടലക്കറി ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു പാനോ ഒരു ചീനച്ചട്ടിയോ മൺചട്ടിയോ എന്താണെങ്കിലും എടുത്ത് എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി. ഇനി ഇതിലേക്ക് വലിയുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി നമുക്ക് ആഡ് ചെയ്യാം. നന്നായി വഴന്നു വന്ന ശേഷം ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ ആയ ശേഷം നമ്മൾക്ക് ഇനി ഇതിലേക്ക് ചേർത്തേണ്ടതാണ് മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്താം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഒരു കുഞ്ഞ് സ്പൂൺ ഗരം മസാല കൂടി നമ്മൾക്ക് ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം വേവിച്ച് വെച്ച കടല ഇതിലേക്ക് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ കടല വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പ് പിന്നീട് ഞാൻ ഇതിൽ ഇടുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾ അത് ആവശ്യത്തിന് ചേർത്ത് കേട്ടോ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകി പാലെടുത്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളവന്ന ശേഷം നമുക്ക് കടുക് വറുക്കാം. ഒരു ചീനച്ചട്ടിയോ പാനോ അടുപ്പിൽ വയ്ക്കാം. എണ്ണയൊഴിക്കുക. കടുക് പൊട്ടിയ ശേഷം നമ്മൾക്ക് അതിലേക്ക് ആദ്യമായിട്ട് ചേർത്തേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒപ്പം തന്നെ വെളുത്തുള്ളിയും ചേർക്കാം. 2 ചുവന്ന മുളക് കൂടി ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം നമ്മൾക്ക് കറിയിലേക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കടലക്കറി പുട്ടിനാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ. ഇനി അപ്പത്തിൻ്റെ ഒപ്പമോ ചോറിൻ്റെ ഒപ്പമോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷേ പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഈ ഒരു കടലക്കറിക്ക് പൂർണ്ണത കിട്ടുന്നത്. ഇനി നമുക്ക് പുട്ടുകൂടി ഉണ്ടാക്കിയ ശേഷം ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഈ ചെറിയൊരു പാത്രം കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഒന്നും നോക്കാനില്ല. ഈ സ്വാദിഷ്ടമായ കടലക്കറിയും പുട്ടും കൂടി ചേർത്ത് കുഴച്ച് നന്നായിട്ട് നമുക്ക് അകത്താക്കാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കണേ എല്ലാവരും.